നമസ്കാരം, ഗുഡ് ഈവനിങ്. കാലുകളില് ഉപ്പൂറ്റിയില് വിള്ളലുകള് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാലുകളിലെ വിള്ളലുകൾ ഒരിക്കലും ഒരു സൗന്ദര്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി കൺസേൺ ആയിട്ട് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റില്ല. കാലുകളിലെ വിള്ളലുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം അതുകൊണ്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം. മാനസിക ബുദ്ധിമുട്ടുകളിലേക്കാളും നല്ല പെയിൻ ആയിരിക്കും. അവർക്ക് ഒരു റഫായിട്ടുള്ള പ്രതലത്തിലൊന്നും കാല് വെച്ച് നടക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാനസിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് നമുക്ക് ആരെയും കാണിക്കാൻ പറ്റില്ല. നമുക്കൊരു കാല് കാണുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം വളരെ നമുക്കൊരു അഭംഗിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലുകളിലെ വിള്ളലുകൾ അൾട്ടിമേറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഭംഗിയാണ്. അപ്പോ ഇതിനു വേണ്ടി പല മാർഗങ്ങളും പല ട്രീറ്റ്മെന്റ്സും ഒക്കെ എടുത്ത് ബുദ്ധിമുട്ടുന്നവരായിരിക്കും. എന്നിട്ടും പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാതെ വീണ്ടും ക്രാക്സ് വരിക. അപ്പോ ക്രാക്കുകൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഉപ്പൂറ്റിയിലെ വിള്ളൽ ഉള്ളവരുടെ ഒരു പ്രധാന പ്രത്യേകത അവരുടെ കാലും കൈയും ഒക്കെ തന്നെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പൊ ഒരു ഡ്രൈ ടൈപ്പ് നേച്ചർ ഉള്ളവർക്കാണ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഉപ്പൂറ്റിയിൽ വിള്ളലൊന്നും വരില്ല. ഈ ഒരു ഡ്രൈ ടൈപ്പ് ദേഹപ്രകൃതമുള്ളവരിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിരന്തരം ക്രാക്സ് വരുന്നത്. അത് മഞ്ഞുകാലമാവുമ്പോൾ ഇരട്ടിക്കും, സീസണലായിട്ട് അതില് വ്യത്യാസവും ഒക്കെ വരും. എന്നാൽ എപ്പോഴും അവരുടെ കാലിന്റെ അവിടെ വിള്ളലിന്റെ പാടുണ്ടാവുകയും ചെയ്യും. നമ്മളൊരു എന്തെങ്കിലും നമുക്കൊരു ഒക്കേഷൻ, ഒരു സെലിബ്രേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ വളരെ ഭംഗിയായി കാണപ്പെടേണ്ട സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കാല് നമുക്ക് പബ്ലിക്കായിട്ട് കാണിക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേര് ഇങ്ങനെ കസ്റ്റമേഴ്സ് ഇങ്ങനെ എൻക്വയറി ചെയ്യാറുണ്ട്. ശരിക്കും അനൂസബ്സിന്റെ ആന്റി ക്രാക്ക് ക്രീം അത്തരം ആളുകൾ ഞാൻ പറയും ഒറ്റ തവണ നിങ്ങൾ ഒരു ബോട്ടിലെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും. കാരണം ഒരു 4 to 5 വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എത്ര കടുത്ത ക്രാക്സ് ആണെങ്കിലും പതുക്കെ അത് ക്യൂർ ആകും. പക്ഷേ ക്യൂർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമുണ്ട്. ഇനി പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു ഇരിക്കരുത്. കാരണം കാലുകളിൽ വിള്ളലുകൾ വരുന്ന ആളുകളുടെ പ്രധാന പ്രത്യേകത അവർക്ക് ഇത് ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഈ ക്രാക്ക് ക്രീം ഇതിനകത്തെ ചേരുവകൾ അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് മറ്റ് ക്രാക്ക് പ്രൊട്ടക്ഷൻ ക്രീമുകളിൽ നിന്നും ഇതിനെ മാറ്റി നിർത്തുന്നത്. ഗ്രീൻ ടീ ഏറ്റവും സെൽ ഡാമേജ് തടയാൻ ക്ലിനിക്കലി പോലും പ്രൂൺ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആയിട്ടുള്ള ഗ്രീൻ ടീ, അതേപോലെ ബട്ടേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ആന്റി ക്രാക്ക് ക്രീമിനകത്തുള്ള അനൂസബ്സിന്റെ ആന്റി ക്രാക്ക് ക്രീമിനകത്തുള്ള പ്രധാനപ്പെട്ട ചേരുവകൾ. അതുകൊണ്ട് തന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ക്രാക്സ് പോലും ഒരു 5 days കഴിയുമ്പോൾ അവിടെ വിസിബിളി വ്യത്യാസം വന്നു തുടങ്ങും. ഒരു 4 to 5 വീക്സിന്